നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമണൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഹെയർ മാസ്കിനെ കുറിച്ചിട്ടോ ഹെയറിനെ കുറിച്ചിട്ടോ എന്ത് സംശയം വേണമെങ്കിലും പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ താമരയില്ലിയുടെ പറഞ്ഞു. മുത്തച്ഛൻ വൈദ്യനായിരുന്നു. പാലക്കാട്ടെ മുത്തച്ഛൻ പറഞ്ഞ മരുന്നാണ് ഞാൻ 8ാം ക്ലാസ് മുതൽ തേച്ചിരുന്നത് പാക്ക്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതായിരുന്നു താമരയല്ലി. മുത്തച്ഛൻ പറഞ്ഞു തന്നത് താമരയല്ലി കൂടി ചേർത്തിട്ടുള്ള പാക്കാണ്. അപ്പോൾ ഈ താമരയല്ലിയുടെ കൂടെ എള്ള്, മൈലാഞ്ചി, നെല്ലിക്കപ്പൊടി, ഇരട്ടിമധുരം, ഇത്രയും 4 കൂട്ടങ്ങൾ പ്ലസ് ഈ താമരയല്ലി, ഇതാണ് മുത്തച്ഛൻ പറഞ്ഞു തന്ന മരുന്ന്. അപ്പോൾ ഞാൻ അന്നൊക്കെ നമുക്ക് ഇന്നിപ്പോൾ എല്ലാത്തിനും പൊടികളായിട്ട് കിട്ടും. അപ്പോൾ ഈ താമരയല്ലി ഓൺലൈനിൽ കിട്ടും കേട്ടോ. ഡ്രൈഡ് ലോട്ടസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ പൗഡർ വേണമെങ്കിൽ പൗഡറായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല, കാരണം ഞാൻ അങ്ങാടി പച്ചമരുന്ന് കടയുണ്ടല്ലോ അവിടെ നിന്ന് പറൂരിൽ നിന്ന് ഇതുപോലെ താമരയല്ലി ചോദിച്ചപ്പോൾ നമുക്ക് ഉണങ്ങിയത് കിട്ടും കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഗുരുവായൂർ പോയപ്പോഴും ലോട്ടസ് കളക്ട് ചെയ്തിരുന്നു. ഭഗവാന് ചാർത്തിയ മാല, അതുപോലെ ചാർത്താനിരിക്കുന്ന മാല. അപ്പോൾ അതിൻ്റെ എതളുണ്ടല്ലോ, താമരയുടെ എതള് മാറ്റിയിട്ടുള്ള അർച്ചനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടുള്ള ആ താമരയുടെ ഉള്ളിലുള്ള ഭാഗം താമരയല്ലി. അപ്പോൾ അത് എനിക്ക് ഗുരുവായൂരിൽ നിന്ന് കിട്ടിയിട്ടോ. കിട്ടിക്കഴിയുമ്പോൾ ഞാനത് ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഉണക്കി ഇതുപോലെ ഒരുപാട് കിട്ടിയിട്ടോ. എനിക്ക് തിരുമേനി ചോദിച്ചപ്പോൾ തന്നെ അത് മുഴുവനും എനിക്ക് തന്നു. ഇതാണ് താമരയല്ലി ഉണങ്ങിയത് കേട്ടോ. ഇങ്ങനെ ഇരിക്കും കണ്ടോ താമരയല്ലി. ഇതുപോലെ ഇതിൻ്റെ ആ മഞ്ഞയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉണക്കി വെച്ചാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ, കേടാവില്ല. അതുപോലെ എനിക്ക് തോന്നും ഈ ഓൺലൈനിലും കിട്ടും കേട്ടോ. ഡ്രൈഡ് ലോട്ടസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കൂ കേട്ടോ. അതിൻ്റെ പൗഡർ കിട്ടുമെന്ന് അറിയില്ല, നിങ്ങൾ ശ്രമിച്ച് നോക്കൂ കേട്ടോ. കാരണം ഞാനിത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചു. കൂടാതെ ഇതുപോലെ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഞാൻ കളക്ട് ചെയ്യും. ഇതുപോലെ നമ്മുടെ തൊട്ടടുത്ത് കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. അവിടെ ഉത്സവത്തിന് ഇതുപോലെ മാല കിട്ടിയിരുന്നു. മാല ചാർത്തി കഴിയുമ്പോൾ ആ മാല നമുക്ക് തിരിച്ച് കിട്ടും. അതുപോലെ മറ്റുള്ളവർ ചാർത്തിയ ഇതാണ് നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ അത് എനിക്ക് തന്നു. ഞാനത് ഇങ്ങനെ കൊണ്ടുവന്ന് അതും ഇതുപോലെ എതളും മാറ്റിയിട്ട് നമ്മൾ ഈ താമരയല്ലി ഉണക്കിയെടുത്തു കേട്ടോ. അപ്പോൾ അല്ലിയായിട്ട് ഒറ്റയ്ക്ക് കിട്ടാറുണ്ട് സാധാരണ. ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയും കൂട്ടങ്ങൾ, ഈ താമരയല്ലി എന്ന് പറഞ്ഞാൽ മുടിക്കും സ്കാൽപ്പിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ ധാരാളം മുടി ഉണ്ടാവും. പെട്ടെന്ന് മുടി വളർന്നുകൊണ്ടിരിക്കും. കാരണം ഞാനിതൊക്കെ സ്കൂളിൽ പോകുമ്പോഴാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, രേഖയുടെ മുടി ദിവസം വളരുവാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇപ്പോഴും കാണുന്ന ആൾക്കാർ ചോദിക്കും കേട്ടോ, മുടിക്കും മാറ്റമൊന്നും ഇല്ലല്ലോ, അതേപോലെ നിൽക്കുന്നു, ഞങ്ങളുടെ മുടിയൊക്കെ ഊരിപ്പോണു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അറിയാവുന്ന ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഒരുവിധ ആൾക്കാർക്ക് അറിയുമെന്നറിയില്ല ഈ താമരയല്ലിയുടെ പാക്ക്. അപ്പോൾ അന്നൊക്കെ ഇരട്ടി മധുരം നമുക്ക് വേര് അത് തടിയായിട്ടാണ് കിട്ടുന്നത്, കഷ്ണമൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ ഉണക്ക നെല്ലിക്ക ഉണങ്ങിയതാണ് കിട്ടുന്നത്. ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്ന് ചതച്ചിട്ട് ഉരലിൽ ചതയ്ക്കും. എന്നിട്ട് അമ്മിക്കല്ലിൽ വെച്ചിട്ട് വെള്ളം ചേർത്ത് അരച്ച് പേസ്റ്റ് പോലെ ആക്കി. ഇതൊക്കെ തന്നെത്താനെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അമ്മ ജോലിക്ക് പോകും, പിന്നെ ഞാനാണ് ഇതുപോലെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇതുപോലെ ആവശ്യത്തിന് അരച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഒന്നിച്ച് വാങ്ങിക്കും, എന്നിട്ട് നമുക്ക് തലയ്ക്ക് ആവശ്യമായ അത്രയും എടുക്കും. അപ്പോൾ മുത്തച്ഛൻ പറഞ്ഞിരുന്നത് 100 ഗ്രാം ആണെങ്കിൽ ഇരട്ടി മധുരം, മറ്റേ ഉണക്ക നെല്ലിക്ക, പിന്നെ എള്ള് 50 ഗ്രാമേ എടുക്കാൻ പാടുള്ളൂ. ഉണക്ക നെല്ലിക്ക, ഇരട്ടി മധുരമൊക്കെ നമ്മൾ ഇതുപോലെ മൈലാഞ്ചി അന്ന് ഇലയാണ് അരച്ചിരുന്നത്. ഇതെല്ലാം
ആവശ്യത്തിനാണ് നമ്മൾ അരച്ച് പേസ്റ്റാക്കി ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നും നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് ഈ താമരപ്പൂ വാങ്ങിച്ച് ഉണക്കി എടുത്താലും മതി. 3-4 താമരപ്പൂ മേടിച്ചിട്ട് അതിൽ അല്ലി വേണമെങ്കിൽ എടുക്കാം കേട്ടോ, താമരയല്ലി. എന്തായാലും ഇത് പച്ചമരുന്ന് കടയിൽ കിട്ടേണ്ടതാണ്, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിൽ ശ്രമിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കും. എന്നിട്ട് തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കും. നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഒരു തരം പാക്കാണ്, ഈ താമരയല്ലി കൊണ്ടുള്ള പാക്കാണ്. അപ്പോൾ താമരയല്ലിക്ക് നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. ഇതുപോലെ മുടി നല്ലതായിട്ട് സ്ട്രെങ്തൻ ചെയ്യും, സ്കാൽപ്പിനെയൊക്കെ. സ്കാൽപ്പ് സ്ട്രെങ്തൻ ആയാലാണ് നമുക്ക് ഫോളിക്കിൾസും അതുപോലെ ഓപ്പൺ ആയിട്ടും നമുക്ക് ഇതുപോലെ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഈ താമരയല്ലി കിട്ടാവുന്നത് കളക്ട് ചെയ്ത് വെക്കണം, എന്നിട്ട് അതിൻ്റെ പാക്ക് തേച്ചോളൂ കേട്ടോ. നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ഈ ആയുർവേദ പൊടികൾ ഉപയോഗിച്ച് ഹെയർ മാസ്ക് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ പിന്നെ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഈ താമരയല്ലി ഉപയോഗിച്ചുള്ള വേറൊരു പാക്കാണ്. അതായത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. 5-6 ഇതുപോലെ താമരയല്ലി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരും മുടി എന്തോരം ആവശ്യമാണോ അത്ര എടുക്കാം കേട്ടോ. നമുക്ക് ഈ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഇതുപോലെ ഉതിർന്നതായിരിക്കും കേട്ടോ കിട്ടാൻ പോകുന്നത്. നമ്മൾ എന്നിട്ട് നല്ല അടിപൊളി മാസ്കാണ് കേട്ടോ ഇതിങ്ങനെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇത് ചൂടുവെള്ളമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിൽ പച്ചവെള്ളമായാലും കുഴപ്പമില്ല. ഞാൻ പച്ചവെള്ളത്തിലാണ് കേട്ടോ ഇത് അലിയിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ തലേ ദിവസം നമ്മൾ ഇതിങ്ങനെ കുതിർത്തി വയ്ക്കാം, വെള്ളത്തിൽ ഇതുപോലെ കുതിർത്തി വയ്ക്കാം. അപ്പോൾ നമുക്ക് അരയ്ക്കാൻ എളുപ്പമാണ്. ആവശ്യത്തിന് വെള്ളത്തിൽ ഇത് കുതിർത്തി വയ്ക്കുമ്പോൾ തലേ ദിവസം കുതിർത്തി വയ്ക്കാം കേട്ടോ. ഇതുപോലെ കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളിത് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോ അമ്മിക്കല്ലിലോ എങ്ങനെയാണെങ്കിലും നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം കേട്ടോ. 1 സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ ഹണി ചേർക്കാം കേട്ടോ. ഇത് രണ്ടും കൂടി ചേർത്ത് ഈ അരച്ച പേസ്റ്റിൻ്റെ കൂടെ ചേർത്തിട്ട് തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ. എന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. നല്ല സൂപ്പർ പാക്കാണിത്. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിച്ചോളൂ കേട്ടോ. അപ്പോൾ താമരയല്ലി അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ തേക്കാൻ പോകുന്നത്. തലേ ദിവസം കുതിർത്തിയിട്ടിട്ട് പിറ്റേ ദിവസം അരച്ചെടുക്കാം. അരച്ചെടുത്തതിൽ ഒലിവ് ഓയിൽ 1 സ്പൂൺ, തേൻ 1 സ്പൂൺ. ഇത് നല്ല അടിപൊളി പാക്കാണ്. മുടി വളർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതൊക്കെ നിൽക്കും കേട്ടോ. മുടി കൊഴിച്ചിൽ നിൽക്കാനും മുടി വളരാനൊക്കെ ഉത്തമമാണ് കേട്ടോ ഹെയർ മാസ്ക്. നല്ല സൂപ്പർ മാസ്കാണിത്. അപ്പോൾ ശ്രീലക്ഷ്മി സുദർശൻ ഇതൊന്ന് ഓൺലൈനിൽ കിട്ടുമെന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ സംശയം ചോദിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. കാരണം മറ്റുള്ളവർക്ക് ഇതൊരു ഉപകാരമാവുമല്ലോ. ഈ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാനത് പറഞ്ഞു തരുമ്പോൾ കേൾക്കാത്തവർക്കും കൂടി അതൊരു ഉപകാരമാവും അല്ലേ, അറിയാത്തവർക്കും ഒരു ഉപകാരമാവും ഇതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ താമര ഇതുപോലെ പച്ചമരുന്ന് കടയിൽ നോക്കൂ, അല്ലെങ്കിൽ ഓൺലൈനിൽ നോക്കൂ കേട്ടോ. അപ്പം ഇത് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഈ ഒലിവ് ഓയിൽ മുടി വളരാൻ ഏറ്റവും ഉത്തമമാണല്ലോ. മിക്ക പാക്കിലും ഞാൻ അതുപോലെ കറ്റാർവാഴയിൽ ഒലിവ് ഓയിൽ ചേർത്തിട്ടുള്ള ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അത് ഏറ്റവും സൂപ്പറാണ്. നല്ല കളറും കിട്ടും, അതുപോലെ മുടി വളരും, പിന്നെ ഹെയർ ഫോള് തടയും. നല്ലൊരു കണ്ടീഷണറും കൂടിയാണത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ വീഡിയോയിൽ. അപ്പോൾ കണ്ടീഷണറെ കുറിച്ച് സംശയം ചോദിച്ചവർ മനസ്സിലാക്കണം കേട്ടോ. ഇന്നലെ പറഞ്ഞ അതുപോലെ ഉലുവയും പിന്നെ കോക്കനട്ട് മിൽക്കും, ഇത് തേങ്ങാപ്പാൽ കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളി കണ്ടീഷണറാണ്, ഹെയർ കണ്ടീഷണറാണ്.
അപ്പോൾ ഇപ്പോൾ താമരയല്ലി കൊണ്ടുള്ള ഗുണങ്ങൾ മനസ്സിലായല്ലോ. ഇപ്പോൾ താമരയല്ലിയുടെ പാക്ക് പലതരത്തിലുണ്ട്. അതിലാണ് ഇതിപ്പോൾ രണ്ടാമത്തെ പാക്കാണ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ചൂടുകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക. വെള്ളം കുടിക്കുക, പിന്നെ താളികൾ തേക്കുക, മുടി വിടുത്തുക, കൂടുതൽ ശരീരം ചൂടാവാതെ നമ്മൾ ശ്രദ്ധിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ബ്ലഡ് ചൂടാവാതെ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മുടി നല്ലോണം വളരും. ചെമ്പരത്തി താളിയും നല്ലതാണ് കേട്ടോ. ഈ ചൂടുകാലത്ത് തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാൻ നല്ലതാണ്. ഈ സമയത്ത് റോസ്മേരിയുടെ അധികം ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് നല്ലത് കേട്ടോ. റോസ്മേരി ഉപയോഗിക്കുന്നവർ നല്ലവണ്ണം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ, വെള്ളമാണെങ്കിലും ഓയിലാണെങ്കിലും കേട്ടോ. അപ്പോൾ ചൂടുകാലത്ത് അതത്ര നല്ലതല്ല ഉപയോഗിക്കുന്നവർ ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാം. തീരെ ഉപയോഗിക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അതിനെ വളരെയധികം നേർപ്പിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുക, വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക, മത്തങ്ങ പോലെയുള്ളതൊക്കെ കഴിക്കുക, പപ്പായ കഴിക്കുക. നമുക്ക് പപ്പായയുടെ പാക്ക് ഞാൻ തേച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. മുടി നല്ലോണം വിടുത്താം കേട്ടോ, കൈകൊണ്ട് തന്നെ വിടുത്താം. അതുപോലെ നമുക്ക് അത്യാവശ്യം വേണ്ട തൊട്ട് വിടുത്തിയാൽ മതി എണ്ണ. ഒരുപാട് എണ്ണ തേച്ചിട്ട് പുറത്തേക്ക് പോകണ്ട, കാരണം കൂടുതൽ പൊടിപടലങ്ങളൊക്കെ കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട്. സാധാരണ നമ്മൾ എണ്ണ തേക്കുന്നത് മുടിയുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയും. ഇതിൻ്റെ ക്യൂട്ടിക്കിൾസൊക്കെ ഭദ്രമായിട്ടിരിക്കണം, പൊടിയൊന്നും കയറാതിരിക്കാനാന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ സാഹചര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ എണ്ണ കൂടുതൽ തേക്കുമ്പോൾ അതിനനുസരിച്ച് പ്രശ്നങ്ങളുണ്ടാവും, പൊടി ധാരാളം വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കെയർ ചെയ്യുക, നമ്മൾ വളരെയധികം കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ തൈറോയിഡ് പോലുള്ളവർ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, തൈറോയിഡ് ഉണ്ടോ, എങ്ങനെയുണ്ട്, കുറവുണ്ടോ, അതൊക്കെ നോക്കാം. ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കാം. പിന്നെ ഇൻഫെക്ഷൻ ഇല്ലാതെ നോക്കുക, യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ വെള്ളം ധാരാളം കുടിക്കുക കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. പിന്നെ മുടി കൊഴിച്ചിൽ ഇപ്പോൾ 100-120 മുടി വരെ കൊഴിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. പോയ മുടിയെല്ലാം തിരിച്ചു വരും കേട്ടോ, ഒരു സംശയവും വേണ്ട. കാരണം എല്ലാവർക്കും വിഷമമാണ്, മുടി ഊരിപ്പോണു. പക്ഷെ ഊരിപ്പോയിട്ട് വളരാത്ത കാരണം നമ്മളത് കെയർ ചെയ്യാത്തതുകൊണ്ടാണ്. ഊരിപ്പൊക്കോട്ടെ, പക്ഷെ അതനുസരിച്ച് നമ്മൾ കെയറിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോയ മുടിയെല്ലാം ഇരട്ടിയായിട്ട് വരും കേട്ടോ. ഇപ്പോൾ എൻ്റെ മുടി ഒരുപാട് ഊരിപ്പോവാറുണ്ട് കേട്ടോ. ഞാൻ എണ്ണി നോക്കുമ്പോഴത്തേക്കും 100 കൂടുതലൊക്കെ ഊരിപ്പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്കറിയില്ലല്ലോ, കുട്ടിക്കാലത്ത് നമുക്ക് മുടി പോകുമ്പോൾ സങ്കടമാണ്, എന്താണെന്നറിയില്ല, മുടി പോണ്. പിന്നീടാണ് അതിനെക്കുറിച്ചിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതൊരു പ്രശ്നമല്ല. ഇപ്പം എത്ര മുടി വേണമെങ്കിലും ഊരിപ്പൊക്കോട്ടെ, നമുക്കതൊരു പ്രശ്നമല്ല. അപ്പോൾ പോയ മുടിയൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പം അത് എല്ലാവരും ഓർക്കാം. മുടി പോയി എന്ന് പറഞ്ഞാൽ ടെൻഷൻ കൊടുത്താൽ വീണ്ടും കൂടുതൽ മുടി ഊരിപ്പോവുകയും ചെയ്യും, മുടി നരയ്ക്കുകയും ചെയ്യും. അപ്പം കേട്ടോ, ഇതൊന്നും ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൈലാഞ്ചി ചേർത്തുള്ള പാക്ക് ഏറ്റവും സൂപ്പറാണ്. അതൊക്കെ ചെയ്യാം. നമുക്ക് മുടിക്ക് തിക്നെസ് ഉണ്ടാവും കേട്ടോ. മുടി നല്ല ഭംഗിയിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും കേട്ടോ. മുടിയുടെ ടെക്സ്ചർ തന്നെ മാറി കിട്ടും, നമുക്ക് അത്രയും സൂപ്പറാണ്. അപ്പോൾ ഈ പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പപ്പായയുടെ ലീഫിൻ്റെ അല്ലേ, ഞാൻ പറഞ്ഞു തന്നു. പക്ഷേ മറ്റുള്ള പാക്ക് പോലെ സഡനായിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടില്ല. അത് നമ്മൾ വെയിറ്റ് ചെയ്ത് വേണം നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുക, നമ്മൾ എത്ര സമയം മുടിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും വിഷമിക്കുന്നവരൊക്കെ സ്വയം ചിന്തിക്കുക, മുടി ഊരിപ്പോണവരൊക്കെ ചിന്തിക്കുക, എന്താ ഞാൻ ഇന്നത്തെ ദിവസം എത്ര സമയം മുടിക്ക് വേണ്ടി ചെലവഴിച്ചു എന്നൊന്ന് ചിന്തിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ മറുപടി കിട്ടും. മുടി നമ്മൾ ശ്രദ്ധിച്ചാലല്ലേ മുടി നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ
ഈ പോകുന്നവരൊക്കെ ഇത് ചിന്തിക്കുക, മുടി വളരുന്നില്ല, സങ്കടമുള്ളവരൊക്കെ ചിന്തിക്കുക, ഞാൻ ഇന്ന് എത്ര സമയം മുടിക്ക് വേണ്ടി ചെലവഴിച്ചു. അപ്പം നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി, നമ്മളുടെ ഓരോ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട് അല്ലേ, ഫേസിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുടിക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കുക. ഡെയിലി കുറച്ച് സമയം മുടിക്ക് വേണ്ടി ചിലവഴിക്കുക. പാക്കായിട്ടോ ജെല്ലായിട്ടോ, പെട്ടെന്ന് സമയമില്ലാത്തവർ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് ഉപയോഗിക്കാം. അതെ, പിന്നെ മുടി വിടുത്തുക, മുടി പിന്നിയിട്ട് വയ്ക്കുക, അങ്ങനെ മുടിയെ സ്നേഹിക്കുക. മുടി സ്നേഹിക്കുമ്പോൾ നമുക്ക് മുടി ധാരാളം മുടി ഉണ്ടാവും കേട്ടോ. നിങ്ങളപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരാഴ്ച ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടും. അതുപോലെ മുടിയുടെ കാര്യത്തിൽ നമുക്ക് അല്പം ക്ഷമ വേണം കേട്ടോ. എന്തിനും ക്ഷമ ഉണ്ടെങ്കിലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ ഈ പാക്ക് അരയ്ക്കാനും പിടിക്കാനൊക്കെ നമുക്ക് ക്ഷമ വേണം. അതുപോലെ നമ്മൾ മനസ്സുകൊണ്ട് അത് തയ്യാറാവണം. നമുക്ക് വേണം എന്നുള്ള ഒരു ഡെഡിക്കേഷൻ വേണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇതുപോലെ തന്നെ കുട്ടികളായിരിക്കുമ്പോഴും പാക്ക് അതുപോലെ ഓയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. അത് ശീലമായി കഴിയുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെ നല്ല റിസൾട്ടും കിട്ടും. ഭാവിയിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏത് തരം എണ്ണ തേച്ചാലും ഏത് പാക്ക് തേച്ചാലും അവർക്ക് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നീർപ്പിടുത്തുള്ളവർ രാസനാദിപ്പൊടി അപ്ലൈ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ കൂടുതൽ സമയം വെക്കരുത്. നീർപ്പിടുത്തുള്ളവർ അല്പം സമയം വെച്ച് കൂട്ടി കൊണ്ടുവരാം. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.